ഹേയ് ഗായ്സ്, അപ്പോൾ തന്നെ എന്നും നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് മഴയിൽ നിന്നാണ്. അത് ഇന്നും മഴക്കാറോട് കൂടിയിട്ടുള്ളൊരു ദിവസത്തിലാണ്. പക്ഷെ മഴ പെയ്ത കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പോയി വരുന്നത് എൻ്റെ അനിയൻ ബ്രോനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അനിയൻ ബ്രോനെ അറിയാമല്ലോ, അവനെ മിസ്സിങ് ആയ കഥയൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. അടിയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഗൈസ്, ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ സിറ്റിയിൽ ഇന്ന് രാവിലത്തെ മഴ ഇടിമിന്നലിൽ സംഭവിച്ച ഒരു തീപിടുത്തമാണിത്. അപ്പോൾ അത് എത്രയും വേഗം ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ളതാണ്. എന്നോടൊരു ഫയർ ട്രക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞതാണ്. ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഞാൻ ഈ ന്യൂസ് ഓണാക്കലും അവരെനിക്ക് വിളിക്കലും ഒപ്പാണ്. അപ്പോൾ ഇനി വേഗം അങ്ങോട്ട് പോയിട്ട് നമുക്കിത് മൃഗങ്ങളൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. ആകെ ഈ രണ്ടെണ്ണമുള്ളൂ. ഗൈസ്, എന്തായാലും വേഗം പോകണം. നമുക്ക് അവരെ രക്ഷിക്കണം. അതേപോലെ തന്നെ ഫയർ വണ്ടി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്. ഈ കാണുന്ന ഫയർ വണ്ടിയാണ് നമുക്കിനി ആവശ്യമുള്ളത് കേട്ടോ. എത്രയും വേഗം അവിടേക്ക് എത്തണം. ഞാൻ എൻ്റെ യൂണിഫോം പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഓഫ് റോഡിനായിട്ട് ഉപയോഗിക്കുന്ന 4x4 ജീപ്പാണ്. ഇത് നമ്മുടെ ജൊറാസിക് പാർക്കിലത്തെ ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അനിമൽസിനെല്ലാം എൻ്റെ വീട്ടിൽ ഞാനൊരു പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ വീട് ഞാനിപ്പോൾ എന്നും ചെയ്യുന്ന പോലെ നമ്മളധികം ഹോസ്പിറ്റൽ, ഫയർ സ്റ്റേഷൻ, ആർമി അങ്ങനെ പലതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരെണ്ണം ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഗൈസ്, ജൊറാസിക് പാർക്കിൽ ഒരു ഡൈനോസറും ഇല്ല. അവിടുന്ന് എല്ലാം ഇവിടേക്ക് ഈ ഒരു സിറ്റിക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡൈനോസറിനെ എനിക്ക് കാണാൻ വെച്ചിട്ടുള്ളൂ. സ്പൈനോന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതെ, നമ്മുടെ ബ്രാഞ്ചോനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ താണ്ട് നമ്മുടെ എയർപോർട്ടിലാണ്. അപ്പോൾ എൻ്റെ കൂടെ പോരെന്ന് പ്രതീക്ഷിക്കുന്നു. വാടകുട്ടാ ഏസ്, ഇവനും കൂടി നമുക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് എല്ലാം സെറ്റ്. ബാക്കി നമുക്ക് രണ്ടെണ്ണത്തിന് ഇനി എവിടുന്നേലും കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ മീൻസ് നമുക്ക് ഈ അനിമൽസിനൊക്കെ കിട്ടുന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ജൊറാസിക് പാർക്കിലേക്ക് ആവശ്യമുള്ള ഡൈനോസേഴ്സിനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പൂളിൽ കിടക്കുന്ന ഈ ഒരു ഡൈനോസറാണോ അതോ മീനാണോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ജീപ്പ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡൈനോസറിൻ്റെയും കൂടി പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കറിയാം, എങ്കിൽ കൂടി നിങ്ങൾ പറയാം. അപ്പോൾ അതേ അപ്പുറത്ത് നമ്മുടെ 2-3 മുട്ട ഉണ്ട്. അപ്പോൾ ഈ മുട്ട നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അകത്ത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഡൈനോസേഴ്സാണ് ഇപ്പോൾ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മുന്നിലുള്ളതല്ല, ഇത് മെയിൻ ഒന്നല്ല കേട്ടോ. ഇതിനെന്തോ വയ്യ എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ, പക്ഷേ ഇത് കൂട്ടിലായതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മുകളിലാണ് ലെവലായിട്ടുള്ള ഐറ്റം. ഇതാണ് ഞാൻ പറഞ്ഞ ഡൈനോസർ കേട്ടോ. ഇതാണ് പുലിയാണേ. നേരത്തെ കൊടുന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടാൻ പെട്ട പാട്. എന്നിട്ട് ആ ബാക്കിലത്തെ ചില്ല് പൊളിച്ചിട്ടാണ് അതിനകത്തേക്ക് കയറ്റിയത്. ഇതും അതേപോലെ തന്നെയാണ്. ഇത് എപ്പോഴാണ് കൂട് പൊളിച്ചാൽ പോവാന്നറിയില്ല. സീനാണ്. ഇതിൻ്റെ തല ചെറുതാണെങ്കിലും ബാക്കിയെല്ലാം വലുതാണ്. കണ്ടാ, ഇതൊറ്റ വീശിന് മതി, തീർന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.